പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 13ാം മത്സരത്തിനായി നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് നാളത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഇപ്പോൾ നിലവിലുള്ളത് 10ാം സ്ഥാനത്താണ്. എന്നാൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഉള്ളത് അവസാന സ്ഥാനത്തും. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും വിജയം അത് അനിവാര്യം തന്നെയാണ്. എന്നാൽ ഇന്നലെയായിരുന്നു മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ പ്രീ മാച്ച് കോൺഫറൻസ് നടന്നത്. എന്നാൽ അതിൽ ചില കാര്യങ്ങളൊക്കെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ പരിശീലകൻ പറയുന്നുണ്ട്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയും അദ്ദേഹം നിലവിൽ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്തായാലും ഇപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ പരിശീലകൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളിപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഫുട്ബോളിൽ സാധാരണ മാത്രമാണ്. കൂടാതെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വരെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു നാൾ ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ പരിശീലകൻ ഇന്നലെ വ്യക്തമാക്കിയത്. കൂടാതെ ഞങ്ങളിപ്പോൾ നല്ല ഫുട്ബോൾ തന്നെ കാഴ്ചവെക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ശ്രമം ആദ്യ 6 സ്ഥാനങ്ങളിലേക്ക് എത്തുകയല്ല, പകരം മികച്ച ഫുട്ബോൾ കാഴ്ചവെക്കുക, മനോഹരമായി ഫുട്ബോൾ കളിക്കുക, ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ പരിശീലകൻ ഇന്നലത്തെ പ്രീ മാച്ച് കോൺഫറൻസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു ടീമാണ്. അവർക്ക് നല്ല സ്ക്വാഡുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മികച്ച പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മികച്ച പ്രകടനം നടത്താൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ പരിശീലകൻ പറയുന്നത്. അതിശക്തമായ ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഇപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ പരിശീലകൻ തുറന്നു പറയുന്നത്. കൂടാതെ ഈ സീസണിലെ ആദ്യപാദ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ ഹോം മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിനെ പരാജയപ്പെടുത്തിയത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ മത്സരത്തിൽ ഗോൾ നേടിയത് ജീസസ് സിമിനസും അതുപോലെ തന്നെ ക്വാമെ പെപ്രയുമായിരുന്നു. എന്നാൽ നാളത്തെ മത്സരത്തിൽ ആരൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ ഇല്ലാതെയായിരിക്കും അടുത്ത മത്സരത്തിൽ, അതായത് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. എന്നാൽ റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലകനും അസിസ്റ്റന്റ് കോച്ചുമായിരിക്കും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ നിയന്ത്രിക്കാനായിട്ടുണ്ടാകുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ ആദ്യ 11-ൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിനെതിരെ വിജയിച്ച് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.